ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു നോമ്പ് കാലം കൂടി വരവായി. വിശുദ്ധ നോമ്പിന്റെ 17ാം ദിവസമായ ഇന്ന് സഭയെ ആചരിക്കുന്ന അഗണ്യമായ ശക്തി, ഇമ്മെഷറബിൾ ഡിവോഷൻ. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നായുടെ സുവിശേഷം 12ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. എന്റെ സംസ്കാര ശുശ്രൂഷയിൽ അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലതാനും എന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളായ പെസഹയെ കുറിച്ചാണ്. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് തന്നെ ലാസറിന്റെ ഭവനത്തിലെത്തുകയും അവരുമായി സന്തോഷം പങ്കെടുക്കുമായ സന്ദർഭമാണ്. ആ സമയത്ത് അയൽക്കാരും താൻ സൗഖ്യമാക്കിയവരും ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. 7 അശുദ്ധാത്മാക്കൾ ബാധിച്ച മതിലകയർത്തി മറിയ തനിക്ക് ബാധിച്ച എല്ലാ ഭൂതങ്ങളും മാറിയപ്പോൾ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വിലയേറിയ സ്വച്ഛജടമാംസ തൈലം കർത്താവിന്റെ കാൽക്കൽ പൂശുന്നത് കാണാം. അതായത് അവൾ കർത്താവിനായി തന്നെ തന്നെ സമർപ്പിക്കുന്നതായി. സകലവും എനിക്ക് തന്ന ദൈവത്തിന് തന്നെ എല്ലാം സമർപ്പിക്കുവാൻ സാധിക്കുന്നു. ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല, ഒന്നും എന്നിലൂടെ ഉളവായതുമല്ല, എല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാണ് എന്ന ബോധ്യം അവളിലും ഉണ്ടായി. ഈ നോമ്പ് കാലഘട്ടം ദാനത്തിന് ഉരുവായി മാറട്ടെ. നോമ്പ് നമ്മുടെ ശരീരങ്ങളെ ഭക്ഷണം വെടിയുന്നതിലൂടെയും ദണ്ഡിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിനും കാരണമാണ്. ഈ വേദഭാഗത്തിൽ 2 കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നന്മയെയും ഭക്തിയെയും ഗന്ധ്യമാക്കുന്നവൻ. കർത്താവിന്റെ മനസ്സിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ എങ്കിലേക്ക് മുറ്റും സമർപ്പീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദാവീദ് തന്റെ മകനായിരുന്ന ശലോമോൻ വിശുദ്ധ ആലയം പണിയുവാൻ ആരംഭിച്ചപ്പോൾ ജനം എല്ലാം ദാനം ചെയ്തു. ജനമെല്ലാം ദാനം ചെയ്തത് മനഃപൂർവ്വമായിട്ടായിരുന്നു. അതായത് ദാവീദ് നന്ദി പറഞ്ഞ തങ്ങൾ കൊടുത്തതിന്റെ വലിപ്പം കാട്ടിയിട്ടല്ല. യഹോവയ്ക്ക് ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെയും നിനക്കുള്ളതാണ്, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, സകലത്തെയും തലവനും നീയാകുന്നു, ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, എല്ലാം നിന്റെ പ്രവൃത്തിയാകുന്നു എന്ന സ്തോത്ര പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ദാനങ്ങളും ഇപ്രകാരമായിരിക്കണം കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. രണ്ടാമതായി, തൃപ്തിയുള്ളവരായിരിപ്പീൻ. ഒരിക്കലും തൃപ്തി വരാത്ത മനസ്സുള്ള നിങ്ങൾക്ക് യേശു കൊടുത്ത മറുപടിയാണ്, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. ദാരിദ്ര്യം ജനങ്ങളുടെ ഒരു ശാപമാണ്. സ്നേഹിക്കുവാൻ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ധനം എത്ര ഉണ്ടായാലും ഇല്ല എന്ന് കാണിക്കുന്ന അവസ്ഥ, കഴിവുണ്ടായിട്ടും അവ പ്രകടിപ്പിക്കാത്ത അവസ്ഥ, എത്ര സമയമുണ്ടായിട്ടും സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പോലും വിനിയോഗിക്കാത്ത അവസ്ഥ. പക്ഷേ മറിയ ദൈവം മുമ്പാകെ ശുദ്ധമായപ്പോൾ തന്റെ കയ്യിലുള്ളതെല്ലാം സമർപ്പിക്കുവാനും തയ്യാറായി എന്നതാണ്. ആയതിനാൽ ഔദാര്യമായ മനസ്സുള്ളവരായി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നോമ്പ് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ദാനത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും ദിനം കൂടിയായിരിക്കണം. അപ്രകാരം വെടിയേണ്ടത് വെടിയുവാനും കൈക്കൊള്ളേണ്ടത് കൈക്കൊള്ളുവാനും ഒരു മനോഭാവം നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. മറിയെ പോലെ അഗണ്യമായ ഭക്തിയും സമർപ്പണവും തൃപ്തിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കുമാറാട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.